പ്രണയം വളരെ പവിത്രമായ വികാരമാണ്. എന്നാൽ പ്രണയത്തിൽ നിന്ന് പിന്മാറുന്നവരുടെ ജീവനെടുക്കുന്ന മാനസികാവസ്ഥ അത് എത്ര നിഷ്ഠൂരമാണ്. അതുവരെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരെ പകമൂത്ത് അരുംകൊലം ചെയ്യുന്നവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്? പ്രണയപ്പകയിൽ മധ്യപ്രദേശിൽ നടന്ന ഒരു കൊലപാതകം രാജ്യത്തെ ആകെ നടുക്കിയിട്ടുണ്ട്. +2 വിദ്യാർത്ഥിനിയെ ആശുപത്രി മുറിക്കുള്ളിൽ വെച്ചാണ് യുവാവ് കഴുത്തറുത്തു കൊന്നത്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. ആ വാർത്തയിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം കടക്കുക. സ്വാഗതം. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ +2 വിദ്യാർത്ഥിനിയെ ആശുപത്രിക്കുള്ളിൽ വെച്ച് കഴുത്തറുത്തു കൊന്നു. നർസിംഗ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. നർസിംഗ്പൂർ സ്വദേശിനിയായിട്ടുള്ള സന്ധ്യ ചൗധരിയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ അഭിഷേക് കോഷ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പെൺകുട്ടിയും പ്രതിയും സുഹൃത്തുക്കളായിരുന്നുവെന്നും മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ ദിവസം പട്ടാപ്പകലാണ് ആശുപത്രിക്കുള്ളിൽ അതിക്രൂരമായ കൊലപാതകം അരങ്ങേറിയത്. ആശുപത്രി അധികൃതരടക്കം നോക്കി നിൽക്കുകയായിരുന്നു ക്രൂരമായ കൊലപാതകം. പെൺകുട്ടിയെ നിലത്തേക്ക് തള്ളിയിട്ട പ്രതി അഭിഷേക തുടർന്ന് കഴുത്തറുക്കുകയായിരുന്നു. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഒരു ഡോക്ടറാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് റിപ്പോർട്ട്. പ്രസവ വാർഡിൽ കഴിയുന്ന സുഹൃത്തിന്റെ ബന്ധുവിനെ കാണാനാണ് സന്ധ്യ ചൗധരി സംഭവ ദിവസം ജില്ലാ ആശുപത്രിയിലെത്തിയത്. ഉച്ചയോടെ പ്രതി അഭിഷേകം ആശുപത്രിയിലെത്തി. ഉച്ചയ്ക്ക് 2:30 ആശുപത്രിയിലെ ട്രോമ സെന്ററിൽ വെച്ചാണ് പെൺകുട്ടിയെ അഭിഷേക് കണ്ടത്. തുടർന്ന് അല്പനേരം ഇരുവരും സംസാരിക്കുകയും തൊട്ടു പിന്നാലെ പെൺകുട്ടിയെ ആക്രമിച്ച് കഴുത്തറുത്തു കൊല്ലുകയുമായിരുന്നു. സംഭവ സമയം 2 സുരക്ഷാ ജീവനക്കാരും മറ്റ് 2 ജീവനക്കാരും രോഗികളും കൂട്ടിരിപ്പുകാരും ഉൾപ്പെടെ കെട്ടിടത്തിലുണ്ടായിരുന്നു. കൊടുന്നനെയുള്ള ആക്രമണം കണ്ട് എല്ലാവരും നടുങ്ങി നിന്നു. പെൺകുട്ടിയെ കൊന്ന ശേഷം പ്രതി അഭിഷേക സ്വയം കഴുത്തിൽ മുറിവേൽപ്പിക്കാനും ശ്രമിച്ചു. തുടർന്ന് ഇയാൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ പിടികൂടി. 2 വർഷം മുൻപ് സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇരുവരും സൗഹൃദത്തിലായത്. എന്നാൽ കഴിഞ്ഞ ജനുവരി മുതൽ സൗഹൃദത്തിൽ വിള്ളലുണ്ടായി. സന്ധ്യ ചൗധരിക്ക് മറ്റൊരാളുമായി അടുപ്പമുണ്ടെന്ന് അഭിഷേക് സംശയിച്ചു. ഇതാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്ന് പോലീസ് പറയുന്നു. കൊലയ്ക്ക് ശേഷം ജീവനൊടുക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. നർസിംഗ്പൂർ സ്വദേശിനിയാണ് 19-കാരിയായ സന്ധ്യ ചൗധരി. പ്രതി അഭിഷേക് കോഷ്ടിയെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ വയനാട് സ്വദേശി ഹേമചന്ദ്രന്റെ ഫോണുകൾ അന്വേഷണ സംഘം മൈസൂരുവിൽ കണ്ടെത്തി. പ്രതി അജേഷുമായി മൈസൂരുവിൽ നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് ഫോണുകൾ കണ്ടെത്തിയത്. ഹേമചന്ദ്രൻ കർണാടകയിൽ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൊലയ്ക്ക് ശേഷം ഫോണുകൾ ഗുണ്ടൽപേട്ടിൽ എത്തിച്ച് ഓണാക്കിയിരുന്നു. പിന്നീട് ഫോൺ ഓഫാക്കി ആളില്ലാത്ത സ്ഥലത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. ഹേമചന്ദ്രന്റെ മൃതദേഹം വനമേഖലയിൽ കുഴിച്ചു മൂടുന്നതിന് മുൻപ് കത്തിക്കാനും ശ്രമിച്ചുവെന്ന് അറസ്റ്റിലായ പ്രതികൾ പോലീസിന് മൊഴി നൽകി. മൈസൂരു സാന്ദ്രാപുരിയിലെ ഒരു പാറക്കെട്ടിൽ നിന്നാണ് ഫോണുകൾ കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം പറയുന്നു. 1.5 വർഷം മുൻപ് ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അജേഷുമായി നടത്തിയ തെളിവെടുപ്പിനിടയിലാണ് ഫോണുകൾ കണ്ടെടുത്തത്. 2 ഫോണുകളും ഓഫാക്കിയ നിലയിലായിരുന്നു. കൊലപാതകത്തിന് ശേഷം ഫോൺ പ്രതികൾ ഗുണ്ടൽപേട്ടിലെത്തിച്ച് സ്വിച്ച് ഓൺ ആക്കി. ഹേമചന്ദ്രൻ കർണാടകയിലുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു പദ്ധതി. ഇതിലേക്ക് ഒരിക്കൽ കോൾ കണക്ട് ആയപ്പോൾ ഹേമചന്ദ്രന്റെ മകൾക്കുണ്ടായ സംശയമാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ്
ഹേമചന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചുമൂടിയതായി കണ്ടെത്തിയത്. കണ്ണൂർ സ്വദേശിനിയായ പെൺസുഹൃത്തിനെ ഉപയോഗിച്ചാണ് പ്രതികൾ ഹേമചന്ദ്രനെ വിളിച്ചു വരുത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ PK ജിജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ നിർണായക തെളിവായ ഫോണുകൾ കണ്ടെത്തിയത്. ഹേമചന്ദ്രന്റെ മൃതദേഹം വനമേഖലയിൽ കുഴിച്ചുമൂടുന്നതിന് മുൻപ് കത്തിക്കാനും ശ്രമിച്ചതായി പ്രതികളായ ജ്യോതിഷും അജേഷും മൊഴി നൽകി. മൃതദേഹത്തിൽ പഞ്ചസാര വിതറിയാണ് തീ കൊളുത്തിയത്. തീ ആളിപ്പടർന്നതോടെ ആരെങ്കിലും കാണുമെന്ന് കരുതി ഉടൻ തന്നെ കെടുത്തി കുഴിച്ചുമൂടുകയായിരുന്നുവെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു. കസ്റ്റഡി കാലാവധി തീർന്നതോടെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. 2024 മാർച്ചിലാണ് പ്രതികൾ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത്. നൌഷാദുമായുള്ള സാമ്പത്തിക ഇടപാടുകളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. കള്ളപ്പണ ഇടപാടുകളും വാഹനമോഷണവും അടക്കമുള്ള വലിയ ഇടപാടുകൾ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. സൗദിയിലുള്ള നൌഷാദിനെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മറ്റു പ്രതികൾക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതികളുടെ മരണം അത് ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാഹ്യ ഇടപെടൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫോറൻസിക് സർജൻ പോലീസ് നൽകിയ മൊഴി. ഇന്നോവ കാറിൽ ബ്ലേഡ് മാഫിയ സംഘം എത്തി വിഷ്ണുവിനെ മർദ്ദിച്ചു എന്ന ആരോപണവും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. ഇതുവരെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വിഷ്ണുവിന്റെയും രശ്മിയുടെയും മരണം ആത്മഹത്യ എന്ന നിഗമനത്തിൽ എത്തിയത്. ശരീരത്തിൽ മർദ്ദനമേൽക്കുന്നത് പോലെയുള്ള ഒരു പരിക്കുകളും ഇല്ല എന്ന് പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി. എന്ത് വിഷമാണ് സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെച്ചത് എന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരണം. അതിനിടെ ഇരുവരുടെയും സംസ്കാരം പാലാ രാമപുരം കൂടപ്പുലത്തെ വീട്ടുവളപ്പിൽ നടന്നു. വിഷ്ണു നിരവധി ആളുകളിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നതായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികളും നേരിടുന്നുണ്ടായിരുന്നു. വിഷ്ണുവിനെ വീട്ടിലെത്തി ബ്ലേഡ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തി എന്നതിന് തെളിവ് കണ്ടെത്താൻ ഇതുവരെയും ആയിട്ടില്ല. വീട്ടിലേക്ക് വാഹനങ്ങളിൽ വ്യക്തികൾ എത്തിയതായി CCTV പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. കൂടുതൽ വിശദമായ പരിശോധന നടത്തി മരണകാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഈരാറ്റുപേട്ട പോലീസ്. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് കുമ്പളയിൽ പോലീസിനെ വെല്ലുവിളിച്ച് റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച 9 പേർക്കെതിരെ കേസെടുത്തു. കുമ്പള ടൗണിൽ വാക്കുതർക്കമുണ്ടായ സംഭവത്തിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽസ് ഇട്ടത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുതെന്നും പറഞ്ഞാണ് യുവാക്കൾ റീൽസ് എടുത്തത്. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിച്ച് റീൽസ് ഇട്ട യുവാക്കൾക്കെതിരെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് പോലീസിന്റെ കേസ്. പോലീസിനെതിരെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതിനാണ് കേസ്. കുമ്പള പോലീസിനെതിരെയാണ് യുവാക്കളുടെ റീൽസ്. സംഭവത്തിൽ 9 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കുമ്പള ടൗണിൽ വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ യുവാക്കളാണ് റീൽസ് ഇട്ടത്. കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു ഇവർ വീഡിയോ ചിത്രീകരിച്ചത്. വധശ്രമത്തിന് കേസെടുക്കുന്നുവെന്നും പേടിപ്പിക്കാൻ നോക്കരുതെന്നും പറഞ്ഞാണ് യുവാക്കളുടെ റീൽസ്. കുമ്പള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതും 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയാൽ തീർന്നു ആ പേടി എന്ന് തുടങ്ങുന്ന ഒരു മോഹൻലാൽ ഡയലോഗും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പോലീസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് വീഡിയോ ചിത്രീകരണം. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പോലീസ് യുവാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. BNSലെ 121 വകുപ്പ് പ്രകാരം നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ച് ക്രമസമാധാനം തകർക്കാൻ പ്രേരണ നൽകിയതിനാണ് കേസെടുത്തത്. വീഡിയോ ചിത്രീകരിച്ച ബദ്രിയ നഗറിലെ സിദ്ദിഖ്, റൌഫ്, നിയാസ്, ഷുഹൈബ്, മുസമ്മൽ, ഫായിസ്, മൊയ്തീൻ കുഞ്ഞി, മഷൂഖ്, ജുനൈദ് എന്നിവർക്കെതിരെയാണ് കേസ്. ന്യൂസ് 18 കാസർഗോഡ്. അതിഥി തൊഴിലാളികളുടെ എണ്ണം ഏറെ വർദ്ധിച്ചതോടെ ഇവർ തമ്മിലുള്ള സംഘർഷങ്ങളും പതിവാണ്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഹോട്ടൽ ജീവനക്കാരനെ നേപ്പാളി യുവാവ് ഹോട്ടലിൽ കയറി മർദ്ദിച്ചു. അക്രമിയും ഈ ഹോട്ടലിലാണ് ജോലി ചെയ്തിരുന്നത്. ലഹരി ഉപയോഗം കാരണം ജോലിയിൽ നിന്നും പുറത്താക്കിയതിന്റെ വൈരാഗ്യം മൂലമാണ് ഈ മർദ്ദനം എന്നാണ് പരാതി. നേപ്പാൾ സ്വദേശി കമലാണ് ബംഗാൾ സ്വദേശിയായ സന്ദീപിനെ ഹോട്ടലിൽ കയറി മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ കൂടരഞ്ഞിയിലെ വിജയ് ഹോട്ടലിലാണ് സംഭവം. മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. മർദ്ദനത്തിൽ തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സന്ദീപിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ തിരുവമ്പാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ കമൽ എന്ന വ്യക്തി ഒരു 2-3 ദിവസം നമ്മുടെ കടയിൽ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അവൻ വന്നപ്പോൾ തൊട്ട് തന്നെ ലഹരിക്ക് അടിമയായതുകൊണ്ട് ഞാൻ അവനെ ഒഴിവാക്കിയിരുന്നു. ഒരാഴ്ചയായിട്ട് ഡ്യൂട്ടിയിലില്ലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി സ്ഥാപനത്തിൽ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് സ്ഥാപനത്തിൽ വരികയും നമ്മുടെ സ്റ്റാഫുമായിട്ട് വാക്കേറ്റുണ്ടാകുകയും സ്റ്റാഫിനെ അകാരണമായി കടയിൽ കയറി മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലഹരി ഉപയോഗം കാരണം ഹോട്ടൽ ജോലിയിൽ നിന്ന് പുറത്താക്കിയ വൈരാഗ്യം മൂലമാണ് കമൽ ആക്രമണം നടത്തിയതെന്നാണ് പരാതി. ഹോട്ടലിൽ 4 ദിവസം മാത്രം ജോലി ചെയ്ത കമലിനെ ലഹരി ഉപയോഗം മനസ്സിലാക്കിയതോടെ ഉടമ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു. സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മുക്കം. കണ്ണൂർ വളപട്ടണത്ത് യുവതിക്കൊപ്പം പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നീന്തി രക്ഷപ്പെട്ട യുവതിയെ കോടതിയിൽ ഹാജരാക്കി. സ്വന്തം ഇഷ്ടത്തിന് വിട്ടതിനെ തുടർന്ന് യുവതി ഭർത്താവിനും മക്കൾക്കും ഒപ്പം പോയി. ഞായറാഴ്ചയാണ് യുവതി ആൺ സുഹൃത്തിനൊപ്പം വളപട്ടണം പുഴയിൽ ചാടിയത്. കണ്ണൂർ വളപട്ടണം പുഴയിൽ യുവതിക്കൊപ്പം ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും വളപട്ടണം പോലീസും തിരച്ചിൽ തുടരുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് ബേക്കൽ പനയാൽ പെരിയട്ടടുക്കത്തെ രാജേഷ് എന്ന രാജുവും ഭർത്തൃമതിയായ യുവതിയും പുഴയിൽ ചാടിയത്. ശക്തമായ കുത്തൊഴുക്കിലും യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. തന്റെ കൂടെ രാജുവും ഒന്നിച്ചു പുഴയിൽ ചാടിയെന്ന് സ്ഥലത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളോട് യുവതി പറഞ്ഞിരുന്നു. തുടർന്ന് വ്യാപകമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ശക്തമായ കാറ്റ് വീശി തുടങ്ങിയതോടെ നിർത്തിവെച്ച തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഭർത്തൃമതിയായ യുവതിയും രാജുവും അടുപ്പത്തിലായിരുന്നു. ഞായറാഴ്ച രാവിലെ 8 മുതൽ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് ബേക്കൽ പോലീസിൽ പരാതി നൽകി. ഇത് സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് യുവതിയെ വളപട്ടണം പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. രാജുവിനെ കാണാതായത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കോടതി യുവതിയെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു. ഇതേ തുടർന്ന് യുവതി മക്കൾക്കും ഭർത്താവിനുമൊപ്പം പോയി. ഞായറാഴ്ച രാവിലെ ബൈക്കിലാണ് ഇരുവരും യാത്ര പുറപ്പെട്ടത്. ആദ്യം പള്ളിക്കര ബീച്ച് പാർക്കിൽ പോയെന്നും അവിടെ നിന്നും കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനിൽ കയറി രാത്രി 12 മണിയോടെ വളപട്ടണത്തെത്തി പുഴയിൽ ചാടിയെന്നുമാണ്
യുവതി പോലീസിന് നൽകിയ മൊഴി. ഇതനുസരിച്ചാണ് രാജുവിനെ കണ്ടെത്താൻ വളപട്ടണം പോലീസ് തിരച്ചിൽ തുടരുന്നത്. ന്യൂസ് 18 കണ്ണൂർ. ജയിൽവാസത്തിനിടെ സുഹൃത്തുക്കളായി പിന്നീട് ഇടുക്കിയിലെത്തി ചന്ദനം കടത്തിയ കുപ്രസിദ്ധ ഗുണ്ടകൾ പിടിയിലായി. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടയായ അമ്മയ്ക്ക് ഒരു മകൻ സോജു എന്നറിയപ്പെടുന്ന അജിത്തും മറയൂർ സ്വദേശി മഹേഷുമാണ് മറയൂർ പോലീസിന്റെ പിടിയിലായത്. കൊലക്കേസുകളടക്കം പ്രതികളാണ് പിടിയിലായിട്ടുള്ളവർ. ഇവർക്കൊപ്പമുണ്ടായിരുന്ന 2 പേർ ഒളിവിൽ പോയി എന്നാണ് സൂചന. മറയൂർ ആശുപത്രി പരിസരത്ത് നിന്നും ചന്ദനം മോഷണം പോയതായി ചൂണ്ടിക്കാട്ടി ആശുപത്രി അധികൃതർ ജൂൺ 29-ന് മറയൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ പ്രദേശവാസിയും സ്ഥിരം കുറ്റവാളിയുമായ മഹേഷ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഇയാളുടെ വീട്ടിൽ നിന്നാണ് അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന അജിത്തിനെയും മഹേഷിനെയും പോലീസ് പിടികൂടിയത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്നവർ ഒളിവിൽ പോയതായാണ് സൂചന. തിരുവനന്തപുരം സ്വദേശിയായ അജിത് കുമാർ 3 കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ 26 കേസുകളിൽ പ്രതിയാണ്. മഹേഷും കൊലപാതക കേസ് ഉൾപ്പെടെ 3 കേസുകളിൽ പ്രതിയാണ്. പ്രതികളെ പിടികൂടിയത് ഇവിടെ മഹേഷ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ്. പിടികൂടിയ സമയത്ത് അജിത് കുമാർ എന്നയാളും കൂടെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ അജിത് കുമാറും ചന്ദനമോഷണ കേസിൽ പങ്കാളിയാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവേ സുഹൃത്തുക്കളായ ഇരുവരും മറയൂരിൽ നിന്ന് ചന്ദനം കടത്താൻ പദ്ധതി ഒരുക്കുകയായിരുന്നു. ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഇരുവരും മറയൂരിലെത്തുകയും മഹേഷിന്റെ വീട്ടിൽ താമസമാക്കുകയും ചെയ്തു. തുടർന്ന് കഴിഞ്ഞ 25-ന് മറയൂർ ആശുപത്രിക്ക് സമീപത്തു നിന്ന് ചന്ദനം മുറിക്കുകയും പിന്നീട് ചെത്തി ഒരുക്കിയ ചന്ദനമുട്ടികൾ ബിഗ് ഷോപ്പറിലാക്കി 27-ന് ഓട്ടോയിൽ മൂന്നാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ചട്ടമൂന്നാറിലെ വനംവകുപ്പ് ചെക്ക് പോസ്റ്റിൽ പിടിക്കാതിരിക്കാനായി ക്ഷേത്രത്തിൽ കാണിക്കയിടാൻ എന്ന വ്യാജേന ഓട്ടോയിൽ നിന്നിറങ്ങിയ മഹേഷ ചെക്ക് പോസ്റ്റിന് ശേഷം വീണ്ടും വാഹനത്തിൽ കയറുകയും തുടർന്ന് മൂന്നാറിൽ ചന്ദനം എത്തിക്കുകയുമായിരുന്നു. പിന്നീട് മറയൂരിലേക്ക് തിരികെ പോന്നു. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴ എടത്തുവ പച്ച ഫെഡറൽ ബാങ്ക് ശാഖയിലെ ATM തകർത്ത് മോഷണ ശ്രമം. കവർച്ച സമയത്ത് ബാങ്ക് ഹെഡ് ഓഫീസിൽ ലഭിച്ച സിഗ്നലിനെ തുടർന്ന് അധികൃതർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ബാങ്കിന്റെ CCTV ഫുട്ടേജിൽ നിന്നും മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാണ്. പുലർച്ചെ 2 മണിയോടുകൂടിയാണ് സംഭവം. ഫെഡറൽ ബാങ്കിന്റെ ചെക്കടിക്കാട് ശാഖയിലാണ് ATM കൗണ്ടർ തകർത്ത് പണം മോഷ്ടിക്കാനായി ശ്രമം നടന്നത്. അപായ സിഗ്നൽ ബാങ്ക് ഹെഡ് ഓഫീസിൽ ലഭ്യമായതോടെ എടത്തുവ പോലീസുമായി അധികൃതർ ബന്ധപ്പെട്ടു. മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് എത്തിയെങ്കിലും മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരുന്നു. പോലീസ് പച്ചയിലെ ബാങ്ക് അധികൃതരെ വിളിച്ചു വരുത്തിയ ശേഷം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മഴക്കോട്ടും തൊപ്പിയും ധരിച്ച് മുഖം മറച്ചൊരാൾ ATMനുള്ളിൽ കടക്കുന്നതും മെഷീൻ തകർക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്താനായി. വെട്ടുകത്തി പോലൊരായുധം ഉപയോഗിച്ച് ATM മെഷീന്റെ LED ഡിസ്പ്ലേയും ഇയാൾ തകർക്കുന്നുണ്ട്. പക്ഷേ പണം കൈക്കലാക്കുന്നതിൽ മോഷ്ടാവ് പരാജയപ്പെടുകയായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പരിസരത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ഇയാൾ നടന്നു നീങ്ങുന്നതായി കണ്ടെത്തി. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷണശ്രമത്തിന്റെ രീതിയും മറ്റും വിലയിരുത്തിയതിൽ നിന്ന് പ്രാദേശികമായുള്ള ആരെങ്കിലുമാകും മോഷ്ടാവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലത്ത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മൈനാഗപ്പള്ളിയിലെ മസ്ജിദിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് അതിവിദഗ്ധമായി പിടികൂടി.
CCTVയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞുവെങ്കിലും പോലീസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ മോഷ്ടാവ് ശ്രമിച്ചത് അന്വേഷണത്തിൽ വെല്ലുവിളിയായിരുന്നു. കൊല്ലം മൈനാഗപ്പള്ളി തൈക്കാവുമുക്ക് മുഹീദ്ദീൻ മസ്ജിദിൽ മോഷണം നടത്തുന്ന ദൃശ്യങ്ങളാണിത്. ഹെൽമറ്റ് ധരിച്ച് മസ്ജിദിൽ കടന്ന മോഷ്ടാവ് മുകൾ നിലയിലെത്തി പരിശോധന നടത്തി. ശേഷം താഴെയെത്തി പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കൂട്ടം കൈക്കലാക്കി വഞ്ചി തുറക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് മദ്രസ കെട്ടിടത്തിൽ കയറി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിച്ച ശേഷം കടന്നുകളയുകയായിരുന്നു. പള്ളിയിൽ ആളില്ലാതിരുന്ന തക്കം നോക്കി മോഷ്ടാവെത്തിയത് പോലീസ് കാര്യമായി അന്വേഷിച്ചു. മോഷ്ടാവെത്തിയ സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയ പോലീസ് ഒടുവിൽ കവർച്ചക്കാരനെ പിടികൂടുകയായിരുന്നു. കായംകുളം കുറ്റിപ്പുറം സ്വദേശി ഷമീമാണ് പിടിയിലായത്. മോഷണം നടത്തിയ ശേഷം കരുനാഗപ്പള്ളിയിലെ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. ശാസ്താംകോട്ട പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നാണ് ഷമീമിനെ പിടികൂടിയത്. ശാസ്താംകോട്ട SHO അനീസ്, SI KH ഷാനവാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശ്രിനന്ദ ആത്മഹത്യ ചെയ്ത സംഭവം ഏറെ നടുക്കമുണ്ടാക്കിയതാണ്. അധ്യാപകരുടെ മാനസിക പീഡനമാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നായിരുന്നു പരാതി. തുടർന്ന് പ്രിൻസിപ്പൽ അടക്കം 5 അധ്യാപകരെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. കേസിൽ അന്വേഷണം അത് തൃപ്തികരമല്ല എന്നാരോപിച്ച് KSU പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രവർത്തകർ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പാലക്കാട് ശ്രീകൃഷ്ണപുരം സെയിന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശ്രിനന്ദ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നത്. കേസിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നാരോപിച്ച് KSU പ്രവർത്തകർ നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മരിച്ചത് ആൺകുട്ടിയാണെന്ന് FIR-ൽ തെറ്റായി രേഖപ്പെടുത്തിയെന്നും ഇത് കേസ് ദുർബലപ്പെടുത്താനും അട്ടിമറിക്കാനുമുള്ള ശ്രമമാണെന്നുമാണ് KSUവിന്റെ ആരോപണം. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ ആരോപണ വിധേയരായ അധ്യാപകരുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. കുറ്റക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നതെന്ന് ആരോപണമുയരുന്നു. കേസന്വേഷണം നാട്ടുകൽ പോലീസിൽ നിന്ന് മാറ്റണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. അതേസമയം കേസന്വേഷണം ഊർജിതമായി തുടരുന്നുവെന്നാണ് പോലീസിന്റെ നിലപാട്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം കാരക്കോണം മെഡിക്കൽ കോളേജിലെ MBBS സീറ്റ് ലക്ഷ്യമിട്ട് വ്യാജരേഖ ചമച്ചതിന് 10 പേർക്കെതിരെ കേസ്. ഇത്തരത്തിൽ NRI സീറ്റ് തരപ്പെടുത്താൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയാണ് മുഖ്യപ്രതി. ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും കോളേജ് പ്രിൻസിപ്പലും ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാമും ഉൾപ്പെടെ കേസിൽ പ്രതികളാണ്. രണ്ടായിരത്തി 21-22 അക്കാദമിക് വർഷത്തെ MBBS അഡ്മിഷനിലാണ് ക്രമക്കേടിന് ശ്രമം നടന്നത്. തനൂജ എന്ന വിദ്യാർത്ഥിനി NRI സീറ്റ് കിട്ടാനായി മാതാപിതാക്കളുടെ പേര് മാറ്റി വ്യാജരേഖ ചമച്ച് അഡ്മിഷൻ നേടിയെന്നാണ് കേസ്. ചെറിയകല്ല് സ്വദേശികളായ മഞ്ജു ഷിജു ദമ്പതികളുടെ മകളാണ് തനൂജ. CSI മഹാ ഇടവകയുടെ കീഴിലുള്ള കാരക്കോണം മെഡിക്കൽ കോളേജിൽ NRI സീറ്റ് കരസ്ഥമാക്കാൻ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ TT പ്രവീണിനെ സ്വന്തം പിതാവാക്കിയും പ്രവീണിന്റെ ഭാര്യ സിനിയെ മാതാവാക്കിയുമാണ് വ്യാജരേഖ ചമച്ചത്.
ഏറെക്കാലമായി പ്രവീണിന്റെ ഭാര്യ സിനിയുടെ സഹോദരി മിനി കാനഡയിലാണ് താമസം. 2019 പുറത്തിറങ്ങിയ നിയമപ്രകാരം അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിയുടെ അച്ഛനോ അമ്മയോ മാതൃപിതൃ സഹോദരങ്ങളോ വിദേശത്തുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ അർഹതയുണ്ടാകൂ. ഈ നിയമത്തെ ചൂഷണം ചെയ്യാനാണ് സിനിയെ മാതാവാക്കി കാട്ടിയത്. ഇതിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റും ബന്ധുത്വ സർട്ടിഫിക്കറ്റും ചമച്ചു. തിരുവനന്തപുരം സ്വദേശി VT മോഹനന്റെ പരാതിയെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തനുജ, അമ്മ മഞ്ജു, TT പ്രവീൺ, പ്രവീണിന്റെ ഭാര്യ സിനി, സിനിയുടെ സഹോദരി മിനി, പ്രവീണിന്റെ അച്ഛൻ തോംസൺ നാടാർ, തൈക്കാട് വില്ലേജ് ഓഫീസറായിരുന്ന വിനോദ് കുമാർ, വിജയരാജൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനുഷ മേർലിൻ, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവർക്കെതിരെയാണ് വെള്ളറട പോലീസ് കേസെടുത്തത്. മുദ്രപത്ര വ്യാപാരിയായ തോംസൺ നാടാർ വ്യാജരേഖകൾ ചമയ്ക്കാൻ മുദ്രപത്രങ്ങൾ നൽകിയതിനാണ് കേസെടുത്തത്. എന്നാൽ രേഖകൾ ചമച്ചു നൽകിയതിനാണ് വില്ലേജ് ഓഫീസർമാർക്കെതിരെയുള്ള കേസ്. ന്യൂസ് 18 കാരക്കോണം. നടൻ ബാലചന്ദ്ര മേനോനെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയെന്ന കേസിൽ നടി മിനു മുനീറിനെ അറസ്റ്റ് ചെയ്തു. കൊച്ചി ഇൻഫോ പാർക്ക് സൈബർ പോലീസാണ് നടിയെ അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നേരത്തെ ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ മിനു ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു. സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ നടി നൽകിയ ലൈംഗികാതിക്രമ കേസിലെ നടപടികൾ കോടതി അവസാനിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പരാതിക്കാരിയായ നടിക്ക് കോടതി നോട്ടീസ് നൽകിയത്. ബാലചന്ദ്ര മേനോനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതനുസരിച്ചാണ് കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചത്. എന്നാൽ നടി പരാതി ഉന്നയിച്ച സമയത്ത് ബാലചന്ദ്ര മേനോനെതിരെ നിരവധി ലൈംഗികാരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിനെതിരെയാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയത്. ഇതിലാണിപ്പോൾ എറണാകുളം സൈബർ പോലീസ് നടപടിയെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി നടിയെ വിട്ടയക്കുകയും ചെയ്തത്. നടന്മാരായ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെ 7 പേർക്കെതിരെ ആദ്യം പരാതി നൽകി. പിന്നീടാണ് സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ രംഗത്ത് വന്നത്. 2007 ജനുവരിയിൽ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോനിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു പരാതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിൽക്കെയാണ് നടി ആദ്യം പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാട്ടിലെ ശിവഗംഗ കസ്റ്റഡി മരണക്കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടു. കസ്റ്റഡി മരണത്തിൽ DMK സർക്കാരിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചതിന് പിന്നാലെയാണ് നടപടി. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. ശിവഗംഗ മടപ്പുറം കാളിയമ്മൻ ക്ഷേത്രത്തിലെ കരാർ ജീവനക്കാരനായിരുന്ന അജിത് കുമാർ തിങ്കളാഴ്ചയാണ് പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ മരിക്കുന്നത്. അതിനിടെ ശിവഗംഗ SPയെ തമിഴ്നാട് സർക്കാർ സ്ഥലം മാറ്റി. ശിവഗംഗയിലെ കസ്റ്റഡി മരണത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് തുടർച്ചയായ ദിവസവും ഹൈക്കോടതി DMK സർക്കാരിനെയും പോലീസിനെയും വിമർശിച്ചത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് എങ്ങനെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചുവെന്ന് ചോദിച്ച കോടതി ആരുടെ നിർദ്ദേശപ്രകാരമാണ് തീരുമാനമെടുത്തതെന്ന് DGP വ്യക്തമാക്കണമെന്നും നിർദ്ദേശിച്ചു. തീവ്രവാദിയെപ്പോലെ യുവാവിനെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നുവെന്ന ചോദ്യം ഇന്നലെ കോടതി ഉയർത്തിയിരുന്നു. എന്നാൽ സംഭവത്തിൽ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തെന്നും കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിയെ സ്ഥലം മാറ്റിയെന്നും സർക്കാർ വ്യക്തമാക്കി. മരിച്ച അജിത് കുമാറിന്റെ ശരീരത്തിൽ 30 ചതവുകളുണ്ടെന്നും മർദ്ദനത്തെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മധുര സ്വദേശിയായ നികിത എന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് അജിത് ഉൾപ്പെടെ 5 ക്ഷേത്ര ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. തന്റെ ബാഗിലുണ്ടായിരുന്ന 9.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമായെന്നായിരുന്നു നികിതയുടെ പരാതി.
ചോദ്യം ചെയ്യലിൽ മോഷണവുമായി തനിക്ക് ബന്ധമില്ലെന്ന് അജിത്ത് പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ വീണ്ടും അജിത്തിനെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു. അതിക്രൂരമായി അജിത്തിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. അതേസമയം വിഷയത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മൗനം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദക്ഷിണേന്ത്യയിലെ നിരവധി ബോംബ് സ്ഫോടന കേസുകളിൽ പ്രതി അബൂബക്കർ സിദ്ദിഖ് പിടിയിലായി. തമിഴ്നാട് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ ആന്ധ്രയിൽ നിന്ന് പിടികൂടിയത്. 1995 ചെന്നൈയിൽ ആരംഭിച്ച ബോംബ് സ്ഫോടനത്തോടെയാണ് ആക്രമണ പരമ്പര തുടങ്ങുന്നത്. സിദ്ദിഖാണ് ഇതിനെല്ലാം പിന്നിലെന്ന് കേന്ദ്ര ഏജൻസികളടക്കം കണ്ടെത്തുകയായിരുന്നു. 95 ചെന്നൈയിൽ ഹിന്ദുമുന്നണി ഓഫീസിൽ ബോംബ് സ്ഫോടനം നടത്തിയാണ് ആക്രമണ പരമ്പര ആരംഭിച്ചത്. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നടന്ന 20-ലധികം സ്ഫോടന കേസുകളിൽ പ്രതിയായി എന്നത് മാത്രമല്ല, ഇതിന്റെയെല്ലാം സൂത്രധാരൻ അബൂബക്കർ സിദ്ദിഖാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 99 ചെന്നൈ, തിരുച്ചിറപ്പള്ളി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ 12 സ്ഥലങ്ങളിൽ നടന്ന സ്ഫോടനത്തിനു പിന്നിൽ പ്രവർത്തിച്ചു. അദ്വാനിയുടെ രഥയാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രവുമായിരുന്നു. എഗ്മൂർ പോലീസ് കമ്മീഷണർ ഓഫീസ്, BJP മല്ലേശ്വരം ഓഫീസ് എന്നിവിടങ്ങളിലെ ബോംബാക്രമണ കേസുകളിൽ പ്രതിയാണ്. നാഗപട്ടണം നാഗൂർ സ്വദേശിയാണ്. നാഗൂരിൽ പാഴ്സൽ ബോംബ് ആക്രമണം നടത്തിയ ചരിത്രവുമുണ്ട്. 2012 വെല്ലൂരിൽ അരവിന്ദ് റെഡ്ഡി കൊലപാതകത്തിലും പ്രതിയായി. 30 വർഷമായി ഒളിവിൽ തുടരുകയായിരുന്നു. NIA ഉൾപ്പെടെ വിവിധ ഏജൻസികൾ ഇയാൾക്കായി അന്വേഷണം തുടരുകയായിരുന്നു. തമിഴ്നാട് ഭീകരവിരുദ്ധ സ്ക്വാഡ് ആന്ധ്രയിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. കൂട്ടാളിയായ മുഹമ്മദ് അലിയും പിടിയിലായി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോയമ്പത്തൂരിൽ നായാട്ടിനിടെ മാനാണെന്ന് കരുതി യുവാവിനെ വെടിവെച്ചു എന്ന സംഭവത്തിൽ ബന്ധുക്കൾ അറസ്റ്റിലായി. കാരമട വെളിയങ്കാട് കുണ്ടൂർ സ്വദേശി K മുരുകേശൻ, അൻസൂർ സ്വദേശി N പാപ്പയ്യൻ എന്നിവരാണ് അറസ്റ്റിലായത്. സുരണ്ടൈമല സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം. കാരമട ഫോറസ്റ്റ് റേഞ്ചിൽ പില്ലൂർ അണക്കെട്ടിന് സമീപമുള്ള അത്തിക്കടവ് വനത്തിലാണ് 3-അംഗ സംഘം എത്തിയത്. കാരമട വെള്ളിയങ്കാട് കുണ്ടൂർ സ്വദേശി K മുരുകേശൻ, അൻസൂർ സ്വദേശി N പാപ്പയ്യൻ, സുരണ്ടൈമലൈ സ്വദേശി സഞ്ജിത്ത് എന്നിവരായിരുന്നു സംഘത്തിൽ. മദ്യലഹരിയിലായിരുന്ന മൂവർ സംഘത്തിന്റെ കയ്യിൽ നാടൻ തോക്കുകളുമുണ്ടായിരുന്നു. വേട്ട തുടരുന്നതിനിടെ 3 പേരും 3 വഴിക്ക് തിരിഞ്ഞു. ഇതിനിടെ പച്ചിലകൾ അനങ്ങുന്ന ശബ്ദം കേട്ട് മാനാണെന്ന് തെറ്റിദ്ധരിച്ച് പാപ്പയ്യൻ സഞ്ജിത്തിന് നേരെ വെടിയുതിർത്തു. ശബ്ദം കേട്ടപ്പോഴാണ് മാനല്ല, ബന്ധുവായ യുവാവിനാണ് വെടികൊണ്ടതെന്ന് പ്രതികൾ തിരിച്ചറിഞ്ഞത്. യുവാവിന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ജീവൻ നഷ്ടമായി. ഇതോടെ പ്രതികൾ കാട്ടിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ പിടികൂടിയത്. പ്രതികൾ കുറ്റസമ്മതവും നടത്തി. പ്രതികളിൽ നിന്നും നാടൻ തോക്കും പിടിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിലെ വനങ്ങളിലും നായാട്ടു സംഘങ്ങൾ വിലസുകയാണ്. കോഴിക്കോട് കോടുമ്പുഴയിൽ കള്ളത്തോക്കുമായി വനത്തിൽ പ്രവേശിച്ച് വേട്ടയാടാൻ ശ്രമിച്ച 2 പേരെ വനംവകുപ്പ് പിടികൂടി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് അലി, വേങ്ങാട് സ്വദേശി ഹംസ എന്നിവരാണ് പിടിയിലായത്. കൊടുമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട കക്കാടംപൊയിൽ വെണ്ടേക്കിംപൊയിലാണ് സംഭവം. ആന ഇറങ്ങാറുള്ള സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാല പരിശോധന നടത്തുന്നതിനിടെ വെടിവെച്ച് കേൾക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മലപ്പുറം പെരിന്തൽമണ്ണ കുളത്തൂർ സ്വദേശി മുഹമ്മദ് അലി, വേങ്ങാട് സ്വദേശി ഹംസ എന്നിവർ പിടിയിലായത്. മാനിനെ വേട്ടയാടാൻ എത്തിയതാണെന്നാണ് ഇവരുടെ മൊഴി.
പ്രതികളുടെ കയ്യിൽ നിന്ന് തോക്കും കത്തിയും ഉൾപ്പെടെ പിടികൂടി. ഇവർക്ക് പുറമെ 4 പേർ കൂടി സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇന്നോവ കാറിലാണ് ഇവർ വനത്തിലെത്തിയത്. പ്രദേശവാസിയുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും പ്രതികൾ വനംവകുപ്പിന് മൊഴി നൽകി. പ്രതികൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി ദിജിൽ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MP മുനീറുദ്ദീൻ, അരുൺ പ്രസാദ്, ആകാശ് ചന്ദ്രൻ, അജയ് വി, എടവണ്ണ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ P സലീം എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മുക്കം. ആലുവ രാജഗിരി ആശുപത്രിയിൽ രോഗി മരിച്ചത് ശസ്ത്രക്രിയ പിഴവിനെ തുടർന്നാണെന്ന് സമ്മതിച്ച് ഡോക്ടർ. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തു വന്നു. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് ഇടെ ഞരമ്പ് മുറിഞ്ഞതാണ് മരണത്തിന് കാരണം എന്നാണ് ബന്ധുക്കളുടെ പരാതി. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നടുവേദനയെ തുടർന്ന് കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാൻ വെള്ളിയാഴ്ചയാണ് ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആലുവ രാജഗിരി ആശുപത്രിയിലെത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റിയെങ്കിലും കടുത്ത വയറുവേദന അനുഭവപ്പെട്ടു. ഗ്യാസിനുള്ള മരുന്ന് നൽകി. എന്നിട്ടും വേദന കഠിനമായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവമാണെന്ന് കണ്ടെത്തിയത്. കീഹോൾ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലമാണ് രോഗി മരിച്ചതെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. ഇവരുടെ അനാസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിനെ കൊണ്ടുവന്ന് അവർ നോക്കേണ്ട രീതിയിൽ നോക്കുന്നില്ല. ഓപ്പറേഷൻ ചെയ്യുക, ഡോക്ടർ അവരുടെ പാട്ടിന് പോവുക, ബാക്കി പിന്നെ വരുന്ന നഴ്സുമാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണമാണ് ബിജുവിന് രക്തസ്രാവം ഉണ്ടായതെന്ന് ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന വീഡിയോ കുടുംബം പുറത്തുവിട്ടു. സർജറി ചെയ്തപ്പോൾ ആയിരിക്കണം, സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇപ്പം നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. കുടുംബത്തിന്റെ പരാതിയിൽ എടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തു. രോഗിയെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊച്ചി. കൊച്ചിയിൽ വൻ ലഹരിവേട്ട. ഡാർക്ക് നെറ്റിന്റെ മറവിൽ ലഹരി മരുന്നിന്റെയും ക്രിപ്റ്റോ കറൻസിയുടെയും ഇടപാട് നടത്തിയിരുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മാഫിയ സിൻഡിക്കേറ്റിനെയാണ് NCB വലയിലാക്കിയത്. NCBയുടെ കൊച്ചി സോണൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഓപ്പറേഷൻ മെലനിലാണ് വൻ ലഹരി മരുന്ന് സംഘം വലയിലായത്. ഇവരിൽ നിന്ന് 1127 LSD സ്റ്റാമ്പുകൾ, 131 കിലോ കെറ്റാമിൻ, 70 ലക്ഷം രൂപയ്ക്ക് തുല്യമായ ക്രിപ്റ്റോ കറൻസി എന്നിവ NCB പിടിച്ചെടുത്തു. സംഘാംഗമായ മൂവാറ്റുപുഴ സ്വദേശിയെയും ഇയാളുടെ സഹായിയെയും പിടികൂടിയെന്നാണ് സൂചന. കഴിഞ്ഞ 2 വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന കെറ്റാമെലൻ എന്ന ലഹരി മരുന്ന് കാർട്ടലിന് ഇതര സംസ്ഥാനങ്ങൾക്ക് പുറമെ വിവിധ രാജ്യങ്ങളിലേക്കും നീളുന്ന വലിയ ശൃംഖലയാണുള്ളത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിൽ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് കരുതാം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.